ഹലോ, ഇന്ന് വന്നിരിക്കുന്നത് ചെന്നൈയിലെ ഒരു നാഷണൽ പാർക്ക് കാണാൻ വേണ്ടിയാണ്. ഇത് വന്നിരിക്കുന്നത് കിണ്ടി നാഷണൽ പാർക്ക്. ഞാൻ പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ ചിരിച്ചു. അപ്പം ഇവിടുത്തെ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു നാഷണൽ പാർക്കാണിത്. അപ്പം അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പം ഇൻഡോറിലേക്ക് സ്വാഗതം. ഹായ്, ഞാൻ KL ഭാസ്കർ. ഇത് വരുന്നത് ചെന്നൈയിലെ ഗിണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നാഷണൽ പാർക്കിന്റെ ഫസ്റ്റ് ആ റോഡ് സൈഡിൽ തന്നെയാണ്. അവിടെ നിന്ന് കയറി നടക്കും, കുറച്ച് നടക്കാൻ ഇച്ചിരി ഉണ്ട്. അപ്പുറത്ത് കണ്ട അവിടെ വനം വകുപ്പിന്റെ ഒരു ഓഫീസുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് നടന്നങ്ങോട്ട് ചെല്ലുകയാണ്. 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഞാൻ 30+20, കാരണം 20 രൂപ നമ്മൾ വീഡിയോസും ഫോണും എടുക്കേണ്ട കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട വരും. കൂടുതൽ കുരങ്ങ ശല്യമുണ്ട്, അതാണ് പേടിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നത്. പല ഇൻസ്റ്റയിലും റീൽസിലും കണ്ടിട്ടുണ്ട് ഫോൺ അടിച്ചോണ്ടത്. കഷ്ടപ്പെട്ട് മേടിച്ച ഫോണാണ് അടിച്ചോണ്ട് പോകുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വിഷമങ്ങൾ കാണും. അപ്പോൾ കുറേ ആൾക്കാർ ഇത് ഇവിടെ വന്ന് കാണുകയും ഇതെടുക്കുകയും കൊണ്ടുവരുന്നുണ്ട്. അത് അപ്പോൾ ഇത് അതിൻ്റെ ഒരു മറ്റൊരു എൻട്രൻസ് ആണ്. വേറൊരു എൻട്രൻസ് അപ്പുറത്തുണ്ട്. അതൊരു ചിൽഡ്രൻസ് പാർക്കാണ്. ഇവിടുന്ന് നമ്മൾ അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ അകത്തേക്ക് ചെന്ന്, പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം, രണ്ടിടത്തും കയറാനേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാ അവധിയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ടിക്കറ്റ് എടുത്തും അവിടെ വീഡിയോയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറി ചെല്ലുക. എന്താവോന്ന് അറിയത്തില്ല. പാമ്പുകൾ പണ്ടേ എനിക്ക് പേടിയാണ്. എങ്കിലും ഇപ്പൊ കണ്ട് ശീലമായി. കാട്ടിലെ പാമ്പിനെ എടുത്ത് കൂട്ടിലിട്ടേക്കുന്നു. ഫസ്റ്റിൽ തന്നെ 2 എണ്ണം സാധനം കിടപ്പുണ്ട്. 2 എണ്ണമാണ്, ഇണയാണെന്ന് തോന്നുന്നു. എന്നിട്ട് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും രണ്ടും നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നു. ഒരു അനക്കവും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് അടുത്തതിനെ നോക്കാൻ വേണ്ടി അങ്ങോട്ട് നടക്കാം. ഇവിടെ അതിനെപ്പറ്റി അതെന്താണ് സാധനം എന്നുള്ളതൊക്കെ തമിഴിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ മൊത്തം എടുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളപ്പോൾ അങ്ങോട്ട് നടന്ന് കാണും. അപ്പോൾ ഓരോരുത്തരും ഇവിടെ ഉണ്ട്. വേറൊരു സാധനം ഇരിക്കുന്നത് എന്താണെന്ന് ഒളിച്ചിരിക്കുക. ചില പാമ്പുകളൊക്കെ ഇവിടെ ഒളിച്ചിരിക്കുക. പിന്നെ നമ്മൾ സൂം ചെയ്താണ്. ഇത് നാട്ടിലെ തന്നെ കാണപ്പെട്ട പാമ്പ് വല്ലതായിരിക്കും. ഇതൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു സംരക്ഷണം കാര്യങ്ങളും എല്ലാം ഇവറ്റകൾക്ക് കൊടുക്കുന്നുണ്ട്. ഓരോ കൂടുകളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ്. അപ്പം വരുന്നവര് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇംഗ്ലീഷിലും തമിഴിലും എഴുതി വെച്ചിട്ടുണ്ട്. പാമ്പുകളെ പേടിയായിട്ടുള്ളവര് വന്ന് കയറി കാണണമെന്ന് ഞാൻ പറയുന്നില്ല. പേടിയില്ലാത്തവര് പറയണം. അപ്പൊ നമ്മൾ വന്നപ്പോ തന്നെ ഇവിടെ കുറെ ആൾക്കാർ, കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ ഓടിച്ചാടിയാണ് നടക്കുന്നത്. കാരണം തോ പാമ്പ് എന്ന് ആണ്. അവർക്കൊരു ക്യൂരിയോസിറ്റിയാണ് സാധനം. പിന്നെ അത്യാവശ്യം പാമ്പുകളെല്ലാം പലതരത്തിലുള്ള പാമ്പുകളാണ്. പിന്നെ കുറെ സാധനങ്ങളെല്ലാം ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഒന്നും ഫ്രണ്ടിലോട്ട് വരുന്നില്ല. അതാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ സൂം ചെയ്താണ് ഓരോന്നും എടുക്കുന്നത് തന്നെ. ഇത് ഇച്ചിരി വെറൈറ്റി ആയിട്ട് തോന്നുന്നു. ഇത് കറുത്തിരണ്ട ഒരു കരിമ്പാമ്പാന്ന് തോന്നുന്നു. എന്തുമല്ല, എനിക്ക് പാമ്പിനെ കുറിച്ച് വലിയ നോളജ് ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇത് വായിക്കാനോ വല്ലതായിട്ട് പോയില്ല. ഞാൻ ജസ്റ്റ് കണ്ടങ്ങ് പോയി. കാരണം ഇവിടെ ആൾക്കാരുണ്ട് അതിനെ പരിപാലിക്കാൻ. പാമ്പിനെല്ലാം കഴിഞ്ഞൊരു ഒന്നിനെ കണ്ടു. അവനാണെങ്കിൽ ഇതാ ഒറ്റ സ്റ്റക്കായിട്ട് സ്റ്റാച്ചു അടിച്ച പോലെ നോക്കിയിരിക്കുന്നു. പിന്നെ എന്തോന്ന് അറിയാൻ വേണ്ടി വലിയ കാര്യത്തിൽ ഒരു സാധനം നോക്കാൻ പോയി. പക്ഷെ എന്തോ നാട്ടിലെ മഞ്ഞച്ചേര തന്നെ. എനിക്കറിയത്തില്ല, മഞ്ഞച്ചേരയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം, എനിക്ക് പാമ്പിനെ പറ്റി അങ്ങനെ വലിയ നോളജ് ഒന്നുമില്ല. ഇവിടെ കുറെ കാണാനുണ്ട് കേട്ടോ. 50 രൂപ കൊടുത്താലും 50 രൂപ കൊടുക്കാതെ 30 രൂപ ടിക്കറ്റ്, 20 രൂപ ക്യാമറ യൂസ് ചെയ്യുന്ന നമ്മൾ കൊടുക്കണം. പക്ഷെ ഇത് കൊടുത്താൽ നമുക്കൊരു 50 രൂപക്കുള്ളതുണ്ട്, കാണാൻ ഉള്ളതുണ്ട്. ഇത് മലമ്പാമ്പ്. നമ്മുടെ നാട്ടിൽ ഇത് മലമ്പാമ്പെന്ന് പറയും ഇതിന്. കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ മലമ്പാമ്പ്. എന്തോന്നറിയത്തില്ല, ഇന്ന് ഭാഗ്യമില്ലെന്ന് തോന്നുന്നു. എല്ലാം ഒളിച്ചും പാത്തുമാണ്. ഇത് നമ്മളതിനെ കഷ്ടപ്പെട്ട് പോയി എത്തി വലിഞ്ഞ് ഇതിനെ കണ്ടുപിടിക്കണം. ഇവിടെ എന്തോന്ന് അറിയത്തില്ല. എന്തോന്ന് നോക്കട്ടെ. കഷ്ടപ്പെട്ട് നമ്മൾ ഒളിഞ്ഞു പോയി എത്തി വലിഞ്ഞ് നോക്കേണ്ട അവസ്ഥയാണ്. എന്തോന്ന് നടന്ന് നോക്കട്ടെ. എന്താ അത് കിടപ്പുണ്ട് അവിടെ സാധനം. അതാ കണ്ടേ, എല്ലാം ഇണ ചേർത്ത് കിടക്കുന്ന സാധനങ്ങളാണ്. അടുത്തൊരു സാധനം ഒളിച്ച് വേറൊന്ന് കിടക്കുന്നത്. എന്തോ ആൾക്കാർ അതിന് മെയിൻ്റെനൻസ് പണി കിടക്കുന്നുണ്ട്. അതിന് മാത്രം ഒരു ചില്ലിനകത്ത് ഇട്ടേക്കാന്ന് തോന്നുന്നു.
ആൾക്കാരൊക്കെ വന്ന് എത്തി വലിഞ്ഞു പോകുന്നുണ്ട്. பொம்மை கிடைக்காது, ஒரிஜினல் தான். ஹாய் சொல்லு, ஹாய் சொல்லு, ஹலோ, ஒரு ஹாய் சொல்லுமா. மேல வருமா? மேல வரும், மேல வரும். ஸ்டக் பண்ணிட்டு இருக்கு வேட்டையாடுக்கு, வேட்டையாடுக்கு ஸ்டக் பண்ணிட்டு. பொம்மை மாதிரி വേട്ടയാടുക്ക് അപ്പുറം ബൊമ്മ മാതിരി. പ്രത്യേകം പറയേണ്ടത് ഈ പയ്യന്റെ കാര്യമാണ്. പയ്യനാണെങ്കിൽ ഇവന് ഒടുക്കത്തെ സംശയങ്ങളാണ്. മിക്കവാറും ആ മുതലാളെല്ലാം ഇവനെ പിടിക്കും. അവനാ എങ്ങനെയെങ്കിലും അതിനകത്ത് ചാടി കയറണം. ഒരു ഫാമിലി ആയിട്ടാണ് അവര് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ എൻഡ് വരെ ഇവനുണ്ട്. കാര്യം രസമാണ്. ഞാൻ ഇവൻ ഇത് ഓരോന്നിനെ കാണുമ്പോൾ ഓരോ കമന്ററികളാണ് അടിക്കുന്നത്. ഞാനൊരു രാറ്റ കാണിച്ച ചെറുക്കൻ മൈൻഡ് പോലും ചെയ്തില്ല. ഇവിടെ എന്തായാലും അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇവിടെ മുതലുകളെല്ലാം സ്റ്റക്ക് പോലെ ആയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ ആണോ ഡൗട്ട്. ഇനിയിപ്പോ അത് പ്രസവം എടുക്കുന്നത് അങ്ങനെ തന്നെ കിടക്കുന്ന പ്രകൃതമായിരിക്കാം. தண்ணியில் கிடக்குது, தண்ணியில். എന്ത് പാമ്പ്? തണ്ണിയിലൊരു പാമ്പിനെ കണ്ടിട്ട് തണ്ണിപ്പാമ്പാന്ന് പറയുന്നത് പയ്യനല്ലേ. ഇപ്പൊ അവന് ആ രീതിയിലുള്ള ഒരു അറിവാണ്. അങ്ങനെ അവൻ രസമായിരുന്നു. അവനെന്റെ കൂടെ എല്ലാം ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു. അവൻ ജോളിയായിട്ടാണ് എന്റെ കൂടെ. ഞാൻ അവിടെ വന്നപ്പോ കമ്പനിയായി. അങ്ങനെ അവന് ഓരോ സംശയങ്ങൾ, അവന് ഭയങ്കര സംശയമാണ്. അവന്റെ അമ്മ അത് സംശയങ്ങളൊക്കെ എല്ലാം തീർത്തു കൊടുക്കുന്നുണ്ട്. അവനെല്ലാം കാണാൻ നല്ല ഉത്സാഹമാണ്. അങ്ങനെ ഓടിച്ചാടിയാണ് നടക്കുന്നത് ഇവിടെ മൊത്തം. ഞാനും അത് ചില പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം, ചിലതിനകത്തൊന്നും ആനിമൽസ് ഒന്നും ഇല്ല. കാരണം ചിലതിനകത്ത് സ്നേക്സ് ഒന്നും ഇല്ല. ചിലതൊക്കെ വെറുതെ കാലിയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതിനകത്ത് വേറൊരു എൻട്രി പാസ് ഞാൻ കണ്ട്. അത് നോക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന്. അത് എനിക്ക് തോന്നുന്നു ജസ്റ്റ് എന്തോന്ന് അറിയത്തില്ല. അത് ഓൾറെഡി ഒരു എൻട്രി ഉണ്ട്. അത് ഓന്താന്നോ ഇതിനകത്ത് വേറൊരു എൻട്രി ഉണ്ട്. നേരെ നമുക്ക് അകത്തോട്ട് കയറി ചെല്ലാൻ ഉള്ളത്. അവിടെ അതിന് വേറെ പാസ് കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സാധനത്തിനൊക്കെ നമുക്ക് കയ്യിലേക്ക് എടുത്ത് പിടിച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അവിടെ എല്ലാം കിടപ്പുണ്ട് സാധനം. അത് നല്ലൊരു ഐഡിയ. കാരണം ഇതിനകത്ത് അകത്ത് കയറിയിട്ട് വീണ്ടും പൈസ കൊടുത്ത് വീണ്ടും എടുക്കാം. അങ്ങനെ ആഗ്രഹമുള്ളവരാണെങ്കിൽ എടുക്കാം. ഞാൻ എന്തായാലും എടുത്തൊന്നുമില്ല. ഞാനത് കണ്ട് ഓരോന്ന് കണ്ട് പോവാം. ഇവിടെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. വിഷം, പാമ്പിന്റെ വിഷം, കാര്യങ്ങൾ, കുറെ അറിവ് നൽകാൻ പറ്റിയുള്ളൊരു സ്ഥലം. പാമ്പിനെ കുറിച്ച്, പാമ്പിനെ ഇണയിരുന്ന് എങ്ങനെയാ, അങ്ങനത്തെ കാര്യങ്ങൾ, ഏതൊക്കെ പാമ്പുകൾ നമ്മൾ ഇണയിരുന്ന്, പിന്നെ പാമ്പുകൾ, അങ്ങനത്തെ കുറെ സാധനങ്ങൾ, മലമ്പാമ്പ്, അങ്ങനത്തെ സാധനങ്ങൾ, കുറെ മുതലകൾ, അതൊക്കെ എങ്ങനെയൊക്കെ ഇണം ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ അത് പ്ലാസ്റ്റിക് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വേറൊരു സ്ഥലത്തോട്ടത്. അവിടെ ആണെങ്കിൽ മറ്റേ VFX പോലെ രീതിയിൽ ആൾക്കാർക്ക് കാണാൻ പറ്റിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനും വേറെ പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ അവിടെ സീറ്റ്, അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നു. കസേരയും കാര്യങ്ങളും ബെഞ്ചൊക്കെ എടുത്തിട്ടിട്ട് ചിലപ്പോൾ ക്ലാസ്സും കാര്യങ്ങളായതിൻ്റെ പ്രോപ്പറായിട്ടൊന്നും നടക്കുന്നില്ലെന്ന് തോന്നുന്നു. അതിൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും കണ്ട് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളൊരു പാമ്പിൻ ഒരു പാർക്കാണ്. നമ്മൾ അവനെ കണ്ട് ടാറ്റ കാണിച്ചു. അവനാണെങ്കിൽ മൈൻഡ് പോലില്ല. എന്താ ഇന്റർവെട്ടാന്ന് തോന്നുന്നു. എന്തായാലും നോക്കി ചിരിച്ചു തന്നെ. ഞാൻ പോവാന്നുള്ളൊക്കെ പറഞ്ഞ് എന്തായാലും അത് കഴിഞ്ഞിട്ട് വേറെ ഷോപ്പുണ്ട്. ഷോപ്പ് അങ്ങനെ വലുതായിട്ട് പുറത്തേ ഉള്ളു. പുറത്ത് ഒരുപാട് ഷോപ്പുണ്ടെന്ന് തോന്നുന്നു. അകത്ത് ഇതിനകത്താണെങ്കിൽ ഇതിന്റെ പാമ്പിന്റെ കാര്യങ്ങൾ, കുറെ അങ്ങനെ ചില്ലറ പ്രകൃതി രമണീയമായിട്ടുള്ള സാധനങ്ങളില്ലേ, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ചെടിച്ചട്ടികൾ, കാര്യങ്ങൾ ഉണ്ട്. അത്രയേ ഉള്ളു ഇവിടെ കാണാൻ. അങ്ങനെ കാണാൻ വരുന്നവർക്ക് ഒരു ജസ്റ്റ് എന്റർടൈൻമെന്റ് പോലെ വന്ന് ചെന്നൈയിൽ വരുന്ന ആരെയും വിസിറ്റ് ചെയ്യുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് ഇവിടെ നിന്ന് കാണുക. കപ്പിൾസായിട്ട് വരാം, സിംഗിളായിട്ട് വരാം, ഫാമിലി ആയിട്ട് വരാൻ പറ്റിയത് അപ്പുറത്തെ പാർക്കാണ്. പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങൾ ഇവിടെ അവധിയായിരിക്കും. ഇതിന്റെ ടൈം ഞാൻ ഇവിടെ കൊടുത്തേക്കാം. രാവിലെ 9 to 5 മണിയാണ് ഇതിന് ഓപ്പണിംഗ് ടൈം. പിന്നെ ഇവിടെ മാത്രമല്ല, അതിനപ്പുറത്തുള്ളതുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.